ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് മർദാനി 3 എന്ന മൂവിയാണ്. മർദാനി ഫസ്റ്റും സെക്കൻഡും കാണാത്തവർക്കും ഈ ഒരു മൂവി കാണാം. ഇത് വ്യത്യസ്തമായ ഒരു സ്റ്റോറിയാണ്. ഇനി അതൊക്കെ കാണാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കഥയിലേക്ക് എടുക്കുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ബുലന്ദ്ഷഹർ എന്ന ഗ്രാമത്തിൽ നിന്നും റുഹാനി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിക്കുന്ന കുറച്ച് ആൾക്കാരെയാണ്. ആ പെൺകുട്ടിയുടെ കൂടെ അവിടെ കളിച്ചുകൊണ്ടിരുന്ന ജിമിലി എന്ന് പറയുന്ന പെൺകുട്ടി അവരുടെ വണ്ടിക്ക് നേരെ കല്ലെറിയുകയും റുഹാനിയെ രക്ഷിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. എന്നാൽ ജിമിലിയെയും അവർ കൊണ്ടുപോകുന്നു. ഈ റുഹാനി തുർക്കി ഇന്ത്യൻ എംബസിയിൽ ജോലി ചെയ്യുന്ന ഒരു അംബാസിഡറിന്റെ മകളായിരുന്നു. ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ ആരെങ്കിലും ആണോ തന്റെ മകളെ തട്ടിക്കൊണ്ടുപോയതെന്ന് അയാൾക്ക് ഭയം തോന്നിയിരുന്നു. തൽക്കാലം ഈ വിവരം മീഡിയയോ മറ്റാരും തന്നെ അറിഞ്ഞില്ല. ഈ ഒരു കേസ് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ കേസുകൾ കൈകാര്യം ചെയ്ത് പരിചയമുള്ള നമ്മുടെ നായികയായ ശിവാനി എന്ന് പറയുന്ന പോലീസ് ഓഫീസറെയാണ് ഇവർ തെരഞ്ഞെടുക്കുന്നത്. ശിവാനി അപ്പോൾ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ഡിപ്പാർട്ട്മെന്റ് വിട്ടിട്ട് ഈ കേസ് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് NIA ചേരുന്നു. ശിവാനി നേരെ പോകുന്നത് കുട്ടികളെ തട്ടിക്കൊണ്ടുപോയ ആ സ്ഥലത്തേക്കാണ്. അവിടെയെല്ലാം പരിശോധിക്കുമ്പോൾ ശിവാനിക്ക് മനസ്സിലാകുന്നുണ്ട് അതിലൊരു പെൺകുട്ടി രക്ഷപ്പെടാൻ കുറെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെന്ന്. കൂടാതെ അവരുടെ വണ്ടിക്ക് കല്ലെറിയുകയും അവരുടെ വണ്ടിയുടെ ചില്ല് പൊട്ടിച്ചിതറുകയും ചെയ്തിട്ടുണ്ടെന്നും അവിടുത്തെ സാഹചര്യങ്ങളും ഇതുവരെയും കിഡ്നാപ്പേഴ്സിന്റെ കോളും ഒന്നും വരാത്തതും കണക്കിലെടുത്തുകൊണ്ട് ശിവാനി ആ അംബാസിഡറിനോടും വൈഫിനോടും പറയുന്നുണ്ട്, കിഡ്നാപ്പ് ചെയ്ത ആൾക്കാർക്ക് ഇത് നിങ്ങളുടെ മകളാണെന്ന് ഒരു ഊഹം ഉണ്ടായിരുന്നില്ല. രണ്ട് പെൺകുട്ടികളും മണ്ണിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഗ്രാമത്തിലുള്ള പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടികളാണെന്ന് കരുതിയിട്ടാകാം അവർ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത്. നിങ്ങളുടെ മകളാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായിട്ടും കിഡ്നാപ്പേഴ്സിന്റെ കോള് ഇതിനോടകം വരേണ്ടതായിരുന്നു. ഇവരുടെ മകൾ റുഹാനിയുടെ കൂടെ ജിംലി എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയില്ലേ, അത് ഇവരുടെ തന്നെ കെയർടേക്കറിന്റെ മകളായിരുന്നു. എന്നാൽ അംബാസിഡറിനെ സംബന്ധിച്ച് തന്റെ മകൾ റുഹാനിയെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്നുള്ളൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഗ്രാമത്തിൽ നിന്നും ഇതുപോലെ പാവപ്പെട്ട പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന ആൾക്കാര് ഓർഗൻസ് കടത്തുന്ന ആൾക്കാർക്കോ അല്ലെങ്കിൽ ഹ്യൂമൻ ട്രാഫിക്കിങ്ങിന്റെ ആൾക്കാർക്കോ ആണ് ഈ കുട്ടികളെ കൊടുക്കുന്നത്. അവർ തട്ടിക്കൊണ്ടുപോയത് ഇതുപോലൊരു വലിയ ആളുടെ മകളാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതവർ ചെയ്യില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും അത് അവരെ അറിയിക്കുകയും അവർ തന്നെ ഇങ്ങോട്ട് നമ്മളെ കോള് ചെയ്യുന്ന രീതിയിൽ ഒരു പ്ലാൻ ഇടുകയും വേണം. അതായിരുന്നു ശിവാനിയുടെ അടുത്ത ലക്ഷ്യം. ഈ കിഡ്നാപ്പേഴ്സ് രണ്ട് പെൺകുട്ടികളെയും കടത്തിക്കൊണ്ടുപോയി കൊടുക്കുന്നത് അമ്മ എന്ന് ഇവർ വിളിക്കുന്ന ഒരു സ്ത്രീയുടെ ആളുടെ കയ്യിലാണ്. ഇവർ ഇതുപോലെ കുട്ടികളെ കൊണ്ടുവന്ന് യാചക സംഘത്തിൽ ചേർക്കുന്ന കുറച്ച് ആൾക്കാരായിരുന്നു. നേരത്തെ ഇതുപോലെ കുട്ടികളെ കൊണ്ടുകൊടുത്തു കഴിഞ്ഞാൽ 2 ലക്ഷം രൂപയായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇവരുടെ ആവശ്യം ഇതുവരെ ആർത്തവം ആകാത്തതും ആദ്യ ആർത്തവം ഉടനെ തന്നെ വരാൻ സാധ്യതയുള്ളതുമായ 9നും 11നും ഒക്കെ വയസ്സിന് ഇടയിലുള്ള പെൺകുട്ടികളെ കൊണ്ടുവരിക എന്തായിരുന്നു. അങ്ങനത്തെ പെൺകുട്ടികളെ കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ ഇവർക്ക് ഒരു പെൺകുട്ടിക്ക് 10 ലക്ഷം വെച്ച് കിട്ടുമായിരുന്നു. റുഹാനിയും ജിമിലിയും കൊടുത്തപ്പോൾ ഇവർക്ക് 20 ലക്ഷം കിട്ടി. എന്നാൽ ഇതേ കിഡ്നാപ്പേഴ്സ് ഒരു ഹോട്ടലിൽ ഇരുന്ന് ആഹാരം കഴിക്കുന്ന സമയത്ത് വാർത്തയിൽ കാണുന്നുണ്ട് ആ അംബാസിഡറിന്റെ മകൾ റുഹാനിയാണ് ഇവർ തട്ടിക്കൊണ്ടു വന്നതെന്ന്. ആ കുട്ടിയെ തിരിച്ചു കൊടുക്കുന്നവർക്ക് 2 കോടി രൂപ അംബാസിഡർ വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുട്ടികളെ കൊടുത്തപ്പോൾ ഇവർക്ക് 20 ലക്ഷമേ കിട്ടിയുള്ളൂ. റുഹാനിയെ തിരിച്ച് അംബാസിഡർക്ക് കൊടുക്കുകയാണെങ്കിൽ ആ 2 കോടിയും അടിച്ചെടുക്കാമെന്ന് കരുതിയിട്ട് എങ്ങനെയെങ്കിലും ഈ അമ്മയുടെ ആൾക്കാരുടെ അടുത്തു നിന്നും റുഹാനിയെ തിരിച്ചു കൊണ്ടുവരാൻ അവർ ശ്രമിക്കുന്നു. അമ്മ എന്ന് വിളിക്കുന്ന ഈ സ്ത്രീയാകട്ടെ യാചകരുടെ ഒരു സംഘം തന്നെ നടത്തുന്നുണ്ടായിരുന്നു. പലയിടത്തു നിന്നും പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും അവർ തട്ടിക്കൊണ്ടുവരുമായിരുന്നു. പിച്ചെടുക്കാൻ പോകുന്നവരുടെ കൂടെ ഈ പിഞ്ചു കുഞ്ഞുങ്ങളെയും കൊടുത്തുവിടും. ഒരു സിമ്പതിക്ക് വേണ്ടിയിട്ടായിരുന്നു അത്. കുട്ടികൾ കരയാതിരിക്കാൻ വേണ്ടിയിട്ട് ഡ്രഗ്സും മറ്റും കൊടുക്കും. അങ്ങനെ പല കുട്ടികളും മരിച്ചിട്ടുണ്ട്. അവരെല്ലാം തന്നെ ആരും അറിയാതെ അടക്കം ചെയ്യുകയും ചെയ്യും. പിന്നീട് കാണിക്കുന്നത് ഇവർ തട്ടിക്കൊണ്ടുവന്ന ജിമിലിയെ റുഹാനിയെയും പരിശോധിക്കാൻ വേണ്ടിയിട്ട് അമ്മയുടെ സംഘത്തിലൊരാളും ഒരു കോമ്പൗണ്ടറും വരുന്നതാണ്. ആ കുട്ടികളുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത ശേഷം റുഹാനി പോസിറ്റീവ് ആണെന്നും ജിമിലി നെഗറ്റീവ് ആണെന്നും അയാളോട് പറയുന്നു. ഈ കാര്യം അമ്മയെ വിളിച്ച് അയാൾ പറയുന്നതിന് മുമ്പ് ആ കിഡ്നാപ്പേഴ്സായ 4 പേര് വന്ന് ഇവരെ ആക്രമിക്കുന്നു. കോമ്പൗണ്ടറിനെ അവർ കൊല്ലുന്നു. കൂടെ ഉണ്ടായിരുന്ന ഈ അമ്മയുടെ ആളാകട്ടെ വെടിയേറ്റ് താഴെ വീഴുകയും ചെയ്തു. റുഹാനിയെ അവർ അവിടെ നിന്ന് തട്ടിക്കൊണ്ടുപോയി. ജിമിലി അവിടെ തന്നെ വിട്ടു. വെടിയേറ്റ് വീണ ആളാകട്ടെ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. അയാൾ അമ്മയെ കോൾ ചെയ്തിട്ട് പറയുന്നുണ്ട് റുഹാനിയെ കൂടുതൽ കാശ് കിട്ടുമെന്നറിഞ്ഞപ്പോൾ അവർ തന്നെ തിരിച്ചു കൊണ്ടുപോയി എന്ന്. പക്ഷേ റുഹാനി പോസിറ്റീവ് ആണെന്നും ജിമിലി നെഗറ്റീവ് ആണെന്നും അയാൾ അമ്മയോട് പറയുന്നു. ആ അമ്മ എന്ന് പറഞ്ഞ സ്ത്രീ അയാളോട് പറയുന്നുണ്ട്, പോസിറ്റീവായ റുഹാനിയാണ് ഇവരിപ്പോൾ തിരിച്ചു കൊണ്ടുപോയിരിക്കുന്നതെങ്കിൽ നമുക്കിനി 96 മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. അതിനുള്ളിൽ ആ പെൺകുട്ടിയെ എങ്ങനെയെങ്കിലും കണ്ടെത്തിയെങ്കിലേ പറ്റൂ. ഇവരെന്താണ് ഈ 96 മണിക്കൂറിന്റെ കണക്ക് പറയുന്നതെന്ന് നമുക്ക് വഴിയെ മനസ്സിലാക്കാം. റുഹാനിയുടെ കാര്യത്തിൽ ഇങ്ങനെയൊരു തെറ്റുപറ്റിയെന്നും അവളെ എത്രയും പെട്ടെന്ന് ഞങ്ങൾ കണ്ടെത്തുമെന്നും ഈ അമ്മ എന്ന് പറയുന്ന സ്ത്രീ മറ്റാരോടോ വിളിച്ചു പറയുന്നതായിട്ടും നമ്മളെ കാണിക്കുന്നു. ഇവരുടെ കൂടെ ഈ ക്രൈമിലെല്ലാം പങ്കെടുക്കുന്ന മറ്റൊരാൾ കൂടിയുണ്ടെന്ന് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാം. ഇവിടെ ശിവാനി പ്രതീക്ഷിച്ചിരുന്ന പോലെ തന്നെ ആ കിഡ്നാപ്പേഴ്സിന്റെ കോള് അവർക്ക് വരുന്നുണ്ട്. നാളെ വൈകുന്നേരം മെട്രോ സ്റ്റേഷനിലേക്ക് 2 കോടി കൊണ്ടുവരണമെന്നും ശിവാനി ആ സമയം കൈമാറാമെന്നും പറയുന്നു. 2 പെൺകുട്ടികളെ പറ്റിയും ചോദിക്കണമെന്ന് ശിവാനി പറഞ്ഞെങ്കിലും ആ അംബാസിഡർ തന്റെ മകളുടെ കാര്യം മാത്രമേ ചോദിച്ചുള്ളൂ. തന്റെ മകളോട് ഒരു തവണയെങ്കിലും സംസാരിച്ചെങ്കിൽ മാത്രമേ കാശ് തരൂന്ന് പറഞ്ഞതോടുകൂടി ആ കിഡ്നാപ്പേഴ്സ് വിളിച്ചുകൊണ്ടിരുന്ന ഫോൺ ബൂത്തിലെ ഫോൺ കട്ട് ചെയ്ത ശേഷം അതുവഴി പോയ ഒരാളുടെ ഫോൺ മോഷ്ടിച്ച് റുഹാനിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് അവളെ കൊണ്ട് ഈ അംബാസിഡറിനെ വിളിപ്പിക്കുന്നു. തന്റെ മകൾ ജീവനോടെ ഉണ്ടെന്ന് ഉറപ്പായ സ്ഥിതിക്ക് അയാൾ പറയുന്നുണ്ട് നാളെ തന്നെ താൻ കാശ് തരാമെന്ന്. ഇവരിപ്പോൾ വിളിച്ച ആ ലൊക്കേഷൻ തേടി പോലീസുകാർ എത്തിയെങ്കിലും അവിടെ നിന്ന് റുഹാനിയും കൊണ്ട് അവർ കടന്നു കളഞ്ഞിട്ടുണ്ടായിരുന്നു. പിറ്റേന്ന് പറഞ്ഞ പോലെ ഇവർ മെട്രോ സ്റ്റേഷനിലേക്ക് വരുന്നു. പോലീസുകാരെ ആരെയും തന്നെ കൂടെ കൊണ്ടുവരരുതെന്ന് പറഞ്ഞെങ്കിലും ശിവാനിയും
സംഘവും അംബാസഡറിന്റെ പിറകെ ഒളിച്ചു പോകുന്നുണ്ടായിരുന്നു. മെട്രോ സ്റ്റേഷനിൽ എത്തിക്കഴിയുമ്പോൾ ഈ കിഡ്നാപ്പേഴ്സ് വീഡിയോ കോൾ ചെയ്യുന്നു. വീഡിയോ കോളില് ഇവർ റുഹാനിയെ കാണിച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. അതിൽ നിന്നും ഇവർ തൊട്ടടുത്ത് തന്നെ ഉണ്ടെന്ന് ശിവാനിക്ക് മനസ്സിലായി. തന്റെ ആൾക്കാരെ ശിവാനി ആ സ്ഥലത്തേക്ക് അയക്കുന്നു. അംബാസഡർ പറഞ്ഞ പോലെ അവിടെ ഒരു ചെയറിൽ ആ കാശ് വെക്കുകയും ചെയ്തു. എന്നാൽ ശിവാനിയുടെ ആൾക്കാർ അവിടെ എത്തി നോക്കുമ്പോൾ കിഡ്നാപ്പേഴ്സും റുഹാനിയും അവിടെ ഉണ്ടായിരുന്നില്ല. വീഡിയോ കോളിൽ ഇവർ പറ്റിക്കുകയായിരുന്നു. ഓൾറെഡി തന്നെ റെക്കോർഡ് ചെയ്ത് വെച്ച വീഡിയോ വെച്ചിട്ടാണ് അവർ റുഹാനി ഇവിടെ ഉണ്ടെന്ന് കാണിച്ചത്. തങ്ങൾ പറ്റിക്കപ്പെടുകയാണെന്ന് മനസ്സിലാക്കി ശിവാനി ആ ബാഗ് ഇരിക്കുന്ന സ്ഥലത്തേക്ക് വരുമ്പോൾ ഒരാളാകട്ടെ ബാഗ് എടുത്തിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ശിവാനി അയാളുടെ പിറകെ പോകുന്നു. എന്നാൽ ആ സമയം മെട്രോ സ്റ്റേഷനിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന് ഒരു കോള് വരികയും ആൾക്കാരെല്ലാം പാനിക്കായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയും ചെയ്യുന്നു. അത് കാരണം ശിവാനിക്ക് ബാഗ് എടുത്തുകൊണ്ട് പോകുന്ന ആളെ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അയാളാകട്ടെ ഒരിടത്ത് വെച്ചിട്ട് ആ ബാഗ് മറ്റൊരാൾക്ക് എറിഞ്ഞു കൊടുക്കുന്നു. എന്നാൽ ശിവാനി കൈയോടെ ഇയാളെ പിടികൂടിയിട്ടുണ്ടായിരുന്നു. ബാഗുമായിട്ട് പോയ ആളാകട്ടെ റുഹാനിയും ബാക്കിയുള്ള ആൾക്കാരെയും കൂട്ടി അവിടെ നിന്ന് വണ്ടിയെടുത്ത് പോകാൻ തുടങ്ങുമ്പോൾ ഫാത്തിമ എന്ന് പറയുന്ന ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന കോൺസ്റ്റബിള് ഇവരെ തടയാൻ ശ്രമിക്കുന്നുണ്ട്. ഫാത്തിമ അടിച്ചിട്ടിട്ടാണ് അവർ അവിടെ നിന്ന് പോകുന്നത്. അവരുടെ വണ്ടിയുടെ നമ്പർ ഫാത്തിമ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ആ കിഡ്നാപ്പേഴ്സിന്റെ കൂട്ടത്തില് ഒരാളെ ഇവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ, അയാളെ ഇവർ നന്നായിട്ട് ചോദ്യം ചെയ്യുന്നു. ഇതിന്റെ പിന്നില് അമ്മ എന്ന് ഇവർ വിളിക്കുന്ന ഒരു സ്ത്രീയാണെന്ന് പറയുന്നു. യാചകരുടെ ഒരു മാഫിയ തന്നെ അവർ നടത്തുന്നുണ്ട്. നേരത്തെയൊക്കെ കുട്ടികളെ കൊണ്ടുകൊടുക്കുമ്പോൾ 2 ലക്ഷം കിട്ടുമായിരുന്നു. എന്നാൽ ഇവർക്കിപ്പോൾ 9-നും 11-നും വയസ്സിന് ഇടയിൽ പ്രായമുള്ള പെൺകുട്ടികളെ മാത്രം മതി എന്നാ പറഞ്ഞത്. ഒരു പെൺകുട്ടിക്ക് 10 ലക്ഷം രൂപ കിട്ടുകയും ചെയ്യും. എന്തിനാണ് ആ പെൺകുട്ടികളെ കൊണ്ടുപോകുന്നതെന്ന് തങ്ങൾക്കറിയില്ലെന്നും ഇയാൾ പറയുന്നു. അതും പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടികളെ മാത്രം മതി. അതാകുമ്പോ അധികം ആൾക്കാരൊന്നും തേടി വരുത്തൂല്ല. പക്ഷെ ഇവർ അബദ്ധവശാലാണ് ആ അംബാസഡറിന്റെ മകളെ തട്ടിക്കൊണ്ടുപോയത്. അതായിരുന്നു ഈ പ്രശ്നങ്ങൾക്കെല്ലാം തുടക്കം. റുഹാനിയും ജിമിലിയും ചേർത്ത് ഇപ്പൊ തന്നെ ഇവർ ഏകദേശം 7 പെൺകുട്ടികളെ കടത്തിക്കൊണ്ടുവന്ന അമ്മ എന്ന് പറയുന്ന ആ സ്ത്രീക്ക് കൊടുത്തിട്ടുണ്ട്. ഈ കിഡ്നാപ്പേഴ്സിന്റെ കൂട്ടത്തിലെ മെയിൻ ആളായിരുന്നു പിങ്കു എന്ന് പറയുന്ന ആൾ. അവനെ പറ്റിയും ശിവാനി കൂടുതൽ അന്വേഷിക്കുന്നു. അവന് ഗാംബ്ലിങ്ങും ബെറ്റിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. ഉറപ്പായിട്ടും കൊണ്ടുപോയ കാശ് അവൻ ഗാംബ്ലിങ്ങിന് ഉപയോഗിക്കുമെന്നും അതിന്റെ നമ്പേഴ്സ് വെച്ചിട്ട് അവനെ പിടിക്കാൻ പറ്റുമെന്നും ശിവാനിക്ക് മനസ്സിലായി. കിഡ്നാപ്പേഴ്സിന്റെ മുഖം കണ്ടിട്ടുള്ളത് ഫാത്തിമ മാത്രമാണ്. അതുകൊണ്ട് അവരുടെ ടീമിലേക്ക് ഫാത്തിമയും അവർ ചേർക്കുന്നു. ഈ സമയം അമ്മ എന്ന് പറയുന്ന ആ സ്ത്രീയാകട്ടെ തട്ടിക്കൊണ്ടുവന്ന ഒരുപാട് കുട്ടികൾ കിടക്കുന്ന റൂമിലേക്ക് വരുന്നു. അവിടെ ജിമിലി ഇരിപ്പുണ്ടായിരുന്നു. റുഹാനി എവിടെയെന്ന് ചോദിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ജിമിലി. എന്നാൽ ജിമിലി ഇവർ ഓരോന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നു. അതിനുശേഷം കൂടെ വന്ന ഡോക്ടർ അവളുടെ കയ്യിലേക്ക് എന്തോ ഒരു ഇഞ്ചക്ഷൻ കുത്തിവെക്കുന്നതായിട്ടും കാണിക്കുന്നു. പതിയെ അവൾ ഉറക്കത്തിലേക്ക് വഴുതി വീണു. ശിവാനിയും സംഘവും കൂടുതൽ അന്വേഷിക്കുമ്പോൾ ജിമിലിയും റുഹാനിയും പോലെ ഏകദേശം 93 കുട്ടികൾ പലയിടങ്ങളിൽ നിന്ന് കാണാതായിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. ഈ കുട്ടികളെല്ലാം തന്നെ ഡൽഹിയിലെ പലയിടങ്ങളിൽ നിന്നാണ് കാണാതായിരിക്കുന്നത്. ഈ അമ്മയ്ക്ക് ഡൽഹിയിൽ മാത്രമല്ല വേറെ പലയിടങ്ങളിലും ഇതേ ക്രൈമുകൾ ചെയ്യുന്ന സംഘങ്ങൾ ഉണ്ടായിരുന്നു. ഈ അമ്മയുടെ ഹിസ്റ്ററി മുഴുവൻ ശിവാനി എടുക്കുകയും അതെല്ലാം വായിക്കുകയും ചെയ്യുന്നുണ്ട്. ശിവാനി ഇവിടേക്ക് ട്രാൻസ്ഫർ ആയി വന്നുകൊണ്ട് കുറച്ചു ദിവസം അവളുടെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് അവളുടെ ഹസ്ബൻഡ് വിക്രമും അവിടേക്ക് വരുന്നു. ഈ അമ്മയുടെ സംഘത്തിലുള്ള 2 ആൾക്കാരുണ്ടായിരുന്നു. അവരെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ശിവാനിക്ക് കിട്ടി. അവരെവിടേക്ക് പോകുന്നു, എന്തൊക്കെ ചെയ്യുന്നു എന്ന് ഇവർ വാച്ച് ചെയ്യുകയായിരുന്നു. അങ്ങനെ ഒരു ദിവസം അവരെ ഫോളോ ചെയ്ത് പോകുന്ന സമയത്ത് അവർ ട്രീറ്റ എന്ന് പറയുന്ന ഒരു ട്രസ്റ്റിനുള്ളിലേക്ക് കയറി പോവുകയും അവിടെയുള്ള ആ ട്രസ്റ്റ് നടത്തുന്ന രാമാനുജൻ എന്ന് പറയുന്ന ആളെ കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. എന്നാൽ കറക്റ്റ് സമയത്ത് ശിവാനിയും സംഘം അവിടെ എത്തിയതുകൊണ്ട് അയാളെ രക്ഷിക്കുന്നു. ഈ രാമാനുജൻ ഈ അമ്മ എന്ന് പറയുന്ന സ്ത്രീയെ പോലെയുള്ള ബഗ്ഗേഴ്സിന്റെ മാഫിയ നടത്തുന്ന ഒരുപാട് ആൾക്കാരെ കൈയോടെ പിടിക്കുകയും അവരുടെ കയ്യിൽ നിന്ന് കുട്ടികളെല്ലാം രക്ഷിച്ചുകൊണ്ടുവന്ന് മാനസികമായി തകർന്നിരിക്കുന്ന കുട്ടികൾക്ക് ട്രീറ്റ്മെന്റ് കൊടുത്ത് അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും മറ്റും ചെയ്യുന്ന ജോലിയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അമേരിക്കയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളാകട്ടെ തന്റെ ഷെയർസ് എല്ലാം വിട്ടിട്ട് ആ കാശെല്ലാം ട്രീറ്റ എന്ന് പറയുന്ന തന്റെ ഈ ചാരിറ്റി ട്രസ്റ്റിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. നാട്ടിലെ പലയിടങ്ങളിലും ഇയാളുടെ ഈ ട്രസ്റ്റ് പ്രവർത്തിക്കുന്നുണ്ട്. മാഫിയ സംഘങ്ങളെ മറ്റും പിടിക്കാൻ പോലീസുകാരെ ഇയാൾ സഹായിക്കുന്നത് കൊണ്ട് അവർക്ക് ഇയാളെ പലതവണ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്. രാമാനുജനെയും പണ്ട് ഇതുപോലൊരു ഗ്രാമത്തിൽ നിന്നും ഈ യാചകർ തട്ടിക്കൊണ്ടുപോയതായിരുന്നു. അന്ന് രാമാനുജന്റെ കൈ വെട്ടിയ ശേഷമാണ് പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇവർ പറഞ്ഞു വിട്ടത്. അവിടെ നിന്നൊക്കെ രക്ഷപ്പെട്ടാണ് ഇയാൾ ഇന്ന് കാണുന്ന നിലയിലെത്തിയതും. അതുകൊണ്ട് അതുപോലെയുള്ള കുട്ടികളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് അയാൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അമ്മ എന്ന സ്ത്രീയെ പറ്റി രാമാനുജന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അവർക്ക് ആരുമായിട്ടൊക്കെ ബന്ധമുണ്ടെന്നും അറിയാം. രാമാനുജന്റെ സഹായത്തോടു കൂടി പല താവളങ്ങളിലും ഇവർ പോവുകയും അവിടെ തട്ടിക്കൊണ്ടുവന്ന് വെച്ചിരുന്ന ഒരുപാട് കുട്ടികളെ ഇവർ രക്ഷിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇവിടെ ശിവാനിക്ക് തന്റെ സീനിയറിന്റെ കയ്യിൽ നിന്ന് വഴക്ക് കിട്ടുന്നുണ്ട്. ബഗ്ഗേഴ്സ് മാഫിയയുടെ പിറകെ പോകാതെ അംബാസഡറിന്റെ മകൾ റുഹാനിയെ എങ്ങനെയെങ്കിലും കണ്ടെത്താനാണ് അയാൾ ശിവാനിയോട് പറയുന്നത്. എന്നാൽ റുഹാനിയെ കണ്ടെത്തണമെങ്കിൽ റുഹാനിയെ കിഡ്നാപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ആൾക്കാര് അംബാസഡറിന്റെ കയ്യിൽ നിന്നും കൊണ്ടുപോയ പണം ബെറ്റിങ്ങിന് വെക്കുകയോ അല്ലെങ്കിൽ പുറത്തെവിടെയെങ്കിലും ഉപയോഗിക്കുകയോ ചെയ്യണം. എന്നാൽ മാത്രമേ അവരെ ട്രാക്ക് ചെയ്ത് പിടിക്കാൻ പറ്റൂ. അതിനുള്ള എല്ലാ പ്ലാനും താൻ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ടെന്ന് ശിവാനി പറയുന്നു. വലിയ വീട്ടിലെ കുട്ടികളെ മാത്രം രക്ഷിക്കാനായിരുന്നു അവിടുത്തെ ഓഫീസേഴ്സ് ഇൻട്രസ്റ്റ് കാണിച്ചിരുന്നത്. എന്നാൽ ശിവാനിക്ക് എല്ലാ കുട്ടികളെയും രക്ഷിക്കാനായിരുന്നു ആഗ്രഹം. അതിനിടയ്ക്ക് രാമാനുജൻ ശിവാനിയെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ആ അമ്മയുടെ ആൾക്കാര് മാഡത്തിന്റെ വീടിന്റെ അഡ്രസ്സ് കണ്ടുപിടിക്കാൻ ഇവിടെ ശ്രമിക്കുന്നുണ്ടെന്ന്. ശിവാനി ആകെ ടെൻഷനോട് കൂടി തന്റെ വീട്ടിലെത്തുമ്പോൾ കാണുന്നത് ആ സ്ത്രീ അവിടെ ഇരിക്കുന്നതാണ്. ശിവാനിയുടെ ഹസ്ബൻഡ് വിക്രമിനെ അവർ ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു. തന്റെ വഴിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിന്നു കഴിഞ്ഞാൽ നിന്റെ ഹസ്ബൻഡിനോട് ഇപ്പൊ ചെയ്തതായിരിക്കില്ല ഞങ്ങൾ ചെയ്യുന്നത്, ഉറപ്പായിട്ടും അയാളെ കൊന്നുകളയുമെന്ന് ശിവാനിയെ ഭീഷണിപ്പെടുത്തുന്നു. അത് കേട്ടതും വിക്രമിന് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കി ബെഡ്റൂമിലേക്ക് ഓടിച്ചെല്ലുമ്പോൾ ശിവാനി കാണുന്നത് അയാൾ മരിക്കാറായി കിടക്കുന്നതായിരുന്നു. കറക്റ്റ് സമയത്ത് ഹോസ്പിറ്റൽ
ഹോസ്പിറ്റലിൽ എത്തിച്ചതുകൊണ്ട് വിക്രമിന്റെ ജീവൻ രക്ഷിക്കാൻ ശിവാനിക്ക് സാധിച്ചു. അതിനിടയ്ക്ക് രുഹാനിയെ തട്ടിക്കൊണ്ടുപോയ ആൾക്കാര് ആ പണം ഗാംബ്ലിംഗിൽ യൂസ് ചെയ്യുന്നു. അത് ട്രാക്ക് ചെയ്ത് ശിവാനിയുടെ ആൾക്കാരും അവിടെ എത്തുന്നു. കിഡ്നാപ്പേഴ്സിനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കാൻ ശിവാനി ആ ആൾക്കാരോട് പറയുന്നുണ്ട്. ഹോസ്പിറ്റലിൽ നിന്ന് ശിവാനി നേരെ അവിടേക്കാണ് പോകുന്നത്. ആ സമയം ഈ വിവരം അറിഞ്ഞിട്ട് രാമാനുജനും ഫാത്തിമയും അവിടെ ഉണ്ടായിരുന്നു. ശിവാനി അവരോട് പറയുന്നുണ്ട്, ഇത് റെയ്ഡല്ല, കിഡ്നാപ്പേഴ്സിനെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. ഉറപ്പായിട്ടും അവർ ഷൂട്ട് ചെയ്യും. നിങ്ങൾക്ക് അപകടങ്ങൾ പറ്റാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് അകത്തേക്ക് വരണ്ട എന്ന് രാമാനുജനോട് അവിടെ തന്നെ നിൽക്കാൻ പറയുന്നു. ഫാത്തിമയും കൂട്ടിയാണ് ശിവാനി പോകുന്നത്. കിഡ്നാപ്പേഴ്സിൽ കുറച്ചുപേര് താഴെയായിരുന്നു. രുഹാനിയുടെ അടുത്ത് ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ശിവാനി താഴെ എത്തി ആ കിഡ്നാപ്പേഴ്സിനെ പിടിക്കാൻ ശ്രമിക്കുന്നു. ഷൂട്ടിങ്ങിന്റെ സൗണ്ട് എല്ലാം തന്നെ മുകളിലിരുന്ന ആളും കേൾക്കുന്നുണ്ട്. രുഹാനിയെ തേടി ആള് വരുന്നുണ്ടെന്ന് മനസ്സിലാക്കി ആ കിഡ്നാപ്പർ ആകെ ടെൻഷനിലായി. കുറെ നേരത്തെ ഫൈറ്റിങ്ങിനൊടുവില് പുറത്തുണ്ടായിരുന്ന കിഡ്നാപ്പേഴ്സിനെ എല്ലാം തന്നെ ശിവാനി കൊല്ലുന്നുണ്ട്. അതിനിടയ്ക്ക് ഫാത്തിമയ്ക്ക് പരിക്കേൽക്കുന്നു. ഈ ബഹളമെല്ലാം കേട്ടിട്ട് താഴെ നിന്ന രാമാനുജൻ രുഹാനിയെ രക്ഷിക്കാൻ വേണ്ടിട്ട് മുകളിലേക്ക് കയറി വരുന്നുണ്ട്. പരിക്കേറ്റ് കിടന്ന ഫാത്തിമയും രാമാനുജനായിരുന്നു രക്ഷിക്കുന്നത്. രുഹാനിയോടൊപ്പം ഒരു കിഡ്നാപ്പർ ആ റൂമിലുണ്ടെന്ന് മനസ്സിലാക്കി രാമാനുജനാകട്ടെ ആ കിഡ്നാപ്പറുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നു. കുറെ നേരത്തെ ഫൈറ്റിന് ശേഷം അയാളെ അടിച്ചിട്ടു. രുഹാനി ആകെ പേടിച്ചു വരച്ചിരിക്കുകയായിരുന്നു. രാമാനുജൻ തന്നെ രക്ഷിക്കാൻ വന്നതാണെന്ന് മനസ്സിലാക്കി തറയിൽ വീണ് കിടന്ന അയാളുടെ കണ്ണാടി എടുത്ത് രുഹാനി അയാൾക്ക് കൊടുക്കുന്നുണ്ട്. ആ സമയം പുറത്ത് വീണ്ടും ഒരുപാട് ബഹളങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു. അത് കേട്ട് രുഹാനി ഒച്ചവെക്കാൻ തുടങ്ങിയതും രാമാനുജൻ അവളുടെ വാപുത്തി പിടിക്കുന്നു. സൗണ്ടൊന്നും ഉണ്ടാക്കരുത്, അവരിങ്ങോട്ടേക്ക് കയറി വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ട് രാമാനുജൻ തന്നെ രക്ഷിക്കാൻ വന്നതാണെന്ന് വിചാരിച്ചായിരുന്നു രുഹാനി ഇരിക്കുന്നത്. പക്ഷെ അവളുടെ ആ ചിന്തകളെല്ലാം തകർത്തുകൊണ്ട് രാമാനുജൻ അവളെ ശ്വാസം മുട്ടിച്ചു കൊല്ലുന്നു. ശിവാനി അവിടേക്ക് വരുമ്പോഴേക്കും രാമാനുജൻ പറയുന്നുണ്ട്, ഞാൻ ഈ കുട്ടിയെ രക്ഷിക്കാൻ വരുന്നതിന് മുമ്പ് തന്നെ ആ കിഡ്നാപ്പർ ഇവളെ ശ്വാസം മുട്ടിച്ച് കൊന്നു കളഞ്ഞുവെന്ന്. എനിക്ക് അവളെ രക്ഷിക്കാൻ പറ്റിയില്ല എന്ന്. ശിവാനിയും എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയായിരുന്നു. അവളുടെ ഈ മിഷൻ ഫെയിൽ ആയിരിക്കുന്നു. രുഹാനി അവൾക്ക് രക്ഷിക്കാൻ സാധിച്ചില്ല. രുഹാനിയുടെ ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നു. ആ അംബാസഡറും അയാളുടെ വൈഫും ആകെ തകർന്നു നിൽക്കുകയായിരുന്നു. ഇനി രാമാനുജൻ എന്തിനു രുഹാനിയെ കൊന്നുവന്നതല്ലേ? ഈ രാമാനുജനും അമ്മയുടെ ഗ്യാങ്ങിൽ തന്നെയുള്ള ആളായിരുന്നു. അന്ന് അമ്മയാകട്ടെ ഒരാളെ വിളിച്ചിട്ട് പറയുന്നുണ്ടായിരുന്നില്ലേ 96 മണിക്കൂറിനുള്ളിൽ എങ്ങനെയെങ്കിലും രുഹാനിയെ തിരിച്ചു കിട്ടണമെന്ന്. ആ അമ്മ വിളിച്ചുകൊണ്ടിരുന്നത് ഈ രാമാനുജനെയായിരുന്നു. ഇവരുടെ കള്ളത്തരങ്ങൾ പുറത്താകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ രുഹാനിയെ കൊന്നുകളഞ്ഞതും. അമ്മയുടെ പുറകെ ശിവാനി ഉണ്ടെന്ന് മനസ്സിലാക്കി ശിവാനിയുടെ കൂടെ ചേർന്നിട്ട് എങ്ങനെയെങ്കിലും രുഹാനിയെ കണ്ടെത്തി ആ കിഡ്നാപ്പറുടെ കയ്യിൽ നിന്നും രുഹാനിയെ രക്ഷപ്പെടുത്തിയ ശേഷം അവളെ കൊന്നുകളയാനായിരുന്നു രാമാനുജന്റെ പ്ലാൻ. അതിനു വേണ്ടിയിട്ടാണ് അമ്മയുടെ തന്നെ സഹായത്തോടുകൂടി അവരുടെ കൂട്ടത്തിലെ 2 ഷൂട്ടേഴ്സിനെ തന്നെ കൊല്ലാനെന്നുള്ള രീതിയിൽ ട്രസ്റ്റിലേക്ക് കൊണ്ടുവരികയും തന്നെ ആക്രമിക്കുന്ന പോലെ കാണിച്ചതും. അവരെ തേടി എന്തായാലും അവരുടെ പുറകെ പോലീസുകാർ വരുമെന്ന് രാമാനുജന് ഉറപ്പായിരുന്നു. പോലീസുകാർക്ക് ഈസിയായിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരുന്നു അവരെ രാമാനുജൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതും. ട്രസ്റ്റിൽ വെച്ച് രാമാനുജനെ കൊല്ലാൻ ശ്രമിച്ചത് അമ്മയുടെ ആൾക്കാരാണെന്ന് കരുതിയിട്ട് രാമാനുജനെ പോലീസുകാരെ രക്ഷിക്കുകയും പോലീസുകാരുടെ വിശ്വാസം രാമാനുജൻ നേടിയെടുക്കുകയും ചെയ്തു. അങ്ങനെ പോലീസുകാരുടെ കൂടെ കൂടി രുഹാനിയെ കണ്ടെത്തി അവർ പോലും അറിയാതെ രുഹാനിയെ കൊന്നുകളഞ്ഞു. സങ്കടത്തോടെ ഹോസ്പിറ്റലിലിരുന്ന ശിവാനിയെ അമ്മ കോൾ ചെയ്തിട്ട് പറയുന്നുണ്ട്, ആ വലിയ ആളുടെ മകള് എന്തായാലും മരിച്ചില്ലേ, ഇനിയിപ്പോ നീ ഞങ്ങളെ തേടി വരില്ലല്ലോ എന്ന്. കാരണം പോലീസുകാർ പോലും വലിയ വീട്ടുകളുടെ കുട്ടികളുടെ കേസ് മാത്രമേ കാര്യമായിട്ട് അന്വേഷിക്കൂ. പാവപ്പെട്ട കുടുംബത്തിലെ ഒരു പെൺകുട്ടി കാണാതെ പോയാൽ ആർക്ക് എന്താ നഷ്ടം? അതുകൊണ്ടാണ് ഞങ്ങൾ പാവപ്പെട്ട വീട്ടിലെ കുട്ടികളെ മാത്രം തിരഞ്ഞെടുക്കുന്നത്. എങ്ങനെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി ഞങ്ങൾ ഉണ്ടാക്കുന്ന കാശിൽ നിന്ന് 1% പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഒരുവിധപ്പെട്ട പോലീസുകാർക്കെല്ലാം കിട്ടുന്നുണ്ട്. ഞങ്ങളെക്കാളും വലിയ മാഫിയാണ് നിങ്ങൾ. എന്നാൽ അവരങ്ങനെ പറഞ്ഞ് വെല്ലുവിളിക്കുന്നത് കേട്ട് ശിവാനി പറയുന്നുണ്ട്, നിങ്ങൾ ഉണ്ടാക്കുന്ന കാശിന്റെ പങ്ക് പറ്റുന്ന പോലീസുകാരുടെ കൂട്ടത്തിൽ താൻ ഇല്ലാന്നും ജിമിലി എന്ന് പറയുന്ന പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ ഉറപ്പായിട്ടും വരുമെന്നും കൂടെയുള്ള ബാക്കി പെൺകുട്ടികളെ എല്ലാം തന്നെ താൻ രക്ഷിക്കുമെന്നും. ജിമിലിയെ മറ്റു പെൺകുട്ടികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് തന്റെ ടീമിന്റെ കൂടെ ചേർന്നിട്ട് പുതിയ പ്ലാൻ തയ്യാറാക്കിയായിരുന്നു ശിവാനി. എന്നാൽ അവളുടെ സീനിയർ ഓഫീസർ അവളോട് പറയുന്നുണ്ട്, ഇനി ഈ കേസിന്റെ അന്വേഷണമായിട്ട് മുന്നോട്ട് പോകണ്ട എന്ന്. രുഹാനി എന്തായാലും മരിച്ചില്ലേ എന്ന്. എന്നാൽ ജിമിലിയെ മറ്റു പെൺകുട്ടികളെയും തനിക്ക് രക്ഷിച്ചേ പറ്റുമെന്നാണ് ശിവാനി പറയുന്നത്. രുഹാനിയെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറിനോട് ശിവാനി സംസാരിക്കുമ്പോൾ ആ ഡോക്ടർ പറയുന്നുണ്ട്, പെൺകുട്ടിയുടെ കയ്യിൽ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ബലമായി പിടിച്ചതിന്റെ പാടുകളുണ്ട്. പക്ഷെ ബ്ലഡിൽ നിന്ന് ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ചിലപ്പോ ആ പാടുകൾ മറ്റേതെങ്കിലും രീതിയിൽ ഉണ്ടായതാകാൻ സാധ്യതയുണ്ട്. സാധാരണ ഇഞ്ചക്ഷൻ എടുക്കുന്ന സ്ഥലത്താണ് ആ പാടുകൾ കണ്ടത്. അതുകൊണ്ടാണ് ഡോക്ടറിന് ഒരു ഡൗട്ട് തോന്നിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കിയത്. ബ്ലഡിൽ നിന്ന് ഒന്നും കണ്ടെത്തിയിട്ടുമില്ല. അതിനിടയ്ക്ക് ഫാത്തിമയാകട്ടെ ശിവാനിയോട് പറയുന്നുണ്ട്, ഇവർ തട്ടിക്കൊണ്ടുപോയ പെൺകുട്ടികളിൽ ഒരു പെൺകുട്ടി അവിടെ നിന്നും രക്ഷപ്പെട്ടു വന്നിട്ടുണ്ടെന്ന്. പൂജ എന്നായിരുന്നു ആ പെൺകുട്ടിയുടെ പേര്. ഒരു റെയിൽവേ ട്രാക്കിന്റെ അടുത്ത് നിന്നാണ് ആ പെൺകുട്ടിയെ അവിടെയുള്ള ആൾക്കാർക്ക് കിട്ടിയത്. അവളിപ്പോൾ ഒരു ഹോസ്പിറ്റലായിരുന്നു. അവർ പൂജയെ കാണാൻ പോകുന്നു. അവളെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടറോട് സംസാരിക്കുമ്പോൾ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് അവർ മനസ്സിലാക്കുന്നത്. പൂജയ്ക്ക് 10 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. പക്ഷേ അവൾക്ക് സെർവൈക്കൽ ക്യാൻസർ ആണ്, അതും 4th സ്റ്റേജ്. ഇന്ന് രാത്രിയോടുകൂടി അവൾ മരിക്കും. അത്രയധികം സിംറ്റംസ് ആണ് അവൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്ര ചെറുപ്രായത്തിൽ 4th സ്റ്റേജ് വരെ അവൾക്ക് എങ്ങനെ ക്യാൻസർ വന്നു എന്ന് അവർക്ക് മനസ്സിലായില്ല. ഈ ക്യാൻസറിന് കാരണമാകുന്ന HPV വൈറസ് ഇവളുടെ ശരീരത്തിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അവളുടെ ശരീരത്തിലെല്ലാം തന്നെ ഇഞ്ചക്ഷൻ എടുത്ത പാടുകൾ ഉണ്ടായിരുന്നു. ഈ HPV വൈറസ് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ആകുന്ന വൈറസ് കൂടിയാണ്. പക്ഷെ പൂജയ്ക്കെതിരെ സെക്ഷൽ അസോൾട്ട് ഒന്നും തന്നെ നടന്നിട്ടുമില്ല. ശിവാനി പൂജയോട് സംസാരിക്കുന്നു. അമ്മയെ പറ്റി അറിയാമെന്ന് ചോദിക്കുമ്പോൾ പൂജയ്ക്ക് അവരെ അറിയാമായിരുന്നു. ഇവൾ രക്ഷപ്പെട്ടത് എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ പൂജ പറയുന്നുണ്ട്, അവൾ ഉൾപ്പെടെ 2 പെൺകുട്ടികളെ ഇവരൊരു ശ്മശാനത്തിലേക്ക് കൊണ്ടുവന്നിരുന്നുവെന്ന്. അവിടെ വെച്ച് ഇവരെ എല്ലാം തന്നെ ചുട്ടരിച്ച് കൊല്ലാനായിരുന്നു തീരുമാനം. അതിനിടയ്ക്ക് പൂജയ്ക്ക് ബോധം വന്നു. കൂടെ ഉണ്ടായിരുന്ന 2 പേരെ അവൾ ഉണർത്താൻ ശ്രമിച്ചെങ്കിലും
അവരാരും ഉണർന്നില്ല. അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരുടെ കണ്ണു വെട്ടിച്ച് ഇവൾ മാത്രം രക്ഷപ്പെട്ട് ഒളിച്ചിരിക്കുന്നു. 3 പെൺകുട്ടികളും ആ ഷീറ്റിനടിയിൽ ഉണ്ടെന്ന് കരുതിയിട്ട് ഇവരെ കൊണ്ടുവന്ന ആൾക്കാര് ആ പെൺകുട്ടികളെ കത്തിച്ചു കളയുന്നു. അവിടെ നിന്നും എങ്ങനെയൊക്കെയാണ് പൂജ രക്ഷപ്പെട്ടു വന്നത്? അവളെ കൊണ്ടുപോയ സ്ഥലത്തെ പറ്റി എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് അതിനെപ്പറ്റി കൂടുതലൊന്നും തന്നെ അറിയില്ലായിരുന്നു. കൂടുതൽ സംസാരിക്കുന്നതിന് മുമ്പ് അവളുടെ വായിൽ നിന്ന് ബ്ലഡ് വരികയും അവൾ പതിയെ മരണത്തിന് കീഴടങ്ങുകയും ചെയ്യുന്നു. അവൾ ചിത്രങ്ങൾ വരച്ചുകൊണ്ടിരുന്ന ഒരു ബുക്ക് ശിവാനിക്ക് കിട്ടുന്നു. അതിലൊരു പൂച്ചയുടെ ചിത്രവും ഉണ്ടായിരുന്നു. അതും പ്രത്യേക സ്റ്റൈലിൽ ഇരിക്കുന്ന ഒരു പൂച്ച. ആ പൂച്ചയുടെ സിമ്പല് എവിടെയോ താൻ കണ്ടിട്ടുണ്ടെന്ന് ശിവാനിക്ക് ഓർമ്മ വരുന്നു. രാമാനുജന്റെ ആ ട്രസ്റ്റിലായിരുന്നു ആ സിമ്പല് ശിവാനി കണ്ടിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ പിന്നിൽ രാമാനുജനാണോ എന്ന് ശിവാനിക്ക് ഡൗട്ട് തോന്നുന്നു. അയാളുടെ ആ ഏരിയയിലുള്ള പല ട്രസ്റ്റുകളുടെ അടുത്തേക്ക് ശിവാനി പോകുന്നുണ്ട്. എന്നാൽ അതൊന്നും തന്നെ ഇപ്പോൾ ട്രസ്റ്റ് ആയിരുന്നില്ല. അവിടെയെല്ലാം തന്നെ എന്തൊക്കെയോ ഗോഡൌണോ കമ്പനിയോ ഒക്കെ ആയിരുന്നു. ഇതൊന്ന് നോക്കുമ്പോൾ മാത്രമാണ് അത് ട്രസ്റ്റ് ആയിട്ട് കാണുന്നത്. ഓരോരുത്തർ ശവങ്ങൾ ദഹിപ്പിക്കുന്ന ഒരു ഏരിയ ആയിരുന്നു. പൂജ എവിടെ നിന്നായിരിക്കാം രക്ഷപ്പെട്ടു പോയതെന്ന് ശിവാനി ഊഹിക്കുന്നു. കാരണം അവിടെയും ആ പൂച്ചയുടെ സിമ്പൽ ഉണ്ടായിരുന്നു. രാമാനുജനെ പറ്റി അവർ കൂടുതൽ അന്വേഷിക്കുന്നു. രാമാനുജൻ പഠിച്ചിരുന്ന സ്കൂളിൽ രാമാനുജന്റെ ഗാർഡിയന്റെ പേര് മുഹമ്മദ് അസ്ലാം എന്നായിരുന്നു എഴുതിയിരുന്നത്. ഇതിന്റെയൊക്കെ പിന്നില് അമ്മയെ സഹായിക്കുന്നത് രാമാനുജനാണെങ്കിൽ അയാൾ എന്തിനായിരിക്കും ഇതൊക്കെ ചെയ്യുന്നതെന്ന് ശിവാനി ചിന്തിക്കുന്നു. ഫാത്തിമയ്ക്കും അത് വിശ്വസിക്കാൻ പാടായിരുന്നു. കാരണം അന്ന് ആ കിഡ്നാപ്പേഴ്സുമായിട്ട് ഫൈറ്റ് നടക്കുന്ന സമയത്ത് ഫാത്തിമയുടെ ജീവൻ രക്ഷിച്ചത് രാമാനുജനാണ്. രാമാനുജനിലേക്ക് ഈ കേസ് വഴിതിരിച്ചു വിടാൻ വേണ്ടിയിട്ട് അമ്മയുടെ എന്തെങ്കിലും പ്ലാൻ ആണോ ഇതെന്ന് ഫാത്തിമ ചോദിക്കുമ്പോൾ ശിവാനി പറയുന്നുണ്ട് ഒരിക്കലും ആകില്ല എന്ന്. ഈ രാമാനുജൻ യാചകരുടെ മാഫിയ നടത്തുന്ന ഒരുപാട് സംഘങ്ങളെ പോലീസിന് പിടിച്ചുകൊടുത്തിട്ടുണ്ട്. എന്നാൽ അതെല്ലാം തന്നെ ആ അമ്മയുടെ കോമ്പറ്റീറ്റേഴ്സ് ആയിരുന്നു. അമ്മയെ സംഘത്തെയും പിടിച്ചുകൊടുക്കാൻ ഒരു രീതിയിലും ഇതുവരെ രാമാനുജൻ ഹെൽപ്പ് ചെയ്തിട്ടില്ല. അയാൾ നമ്മുടെ കൂടെ കൂടിയത് അയാളുടെ കള്ളത്തരങ്ങളിലേക്ക് നമ്മൾ എത്തുന്നുവെന്ന് മനസ്സിലാക്കി അത് തടുക്കാനായിരുന്നു. രാമാനുജനും ഇതിന്റെ പിന്നിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അന്ന് റുഹാനിയെ കൊന്നതും അയാൾ തന്നെ ആയിരിക്കുമെന്ന് ശിവാനിക്ക് മനസ്സിലായി. ഇവരെന്തായാലും രാമാനുജന്റെ ആ ഗാർഡിയനായ അസ്ലാമിനെ കണ്ടുപിടിക്കുന്നു. അയാളോട് രാമാനുജനെ പറ്റി ചോദിക്കുന്നു. 20 വർഷങ്ങൾക്ക് മുമ്പ് ഈ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്തിരുന്ന ആളായിരുന്നു ഈ അസ്ലാം. പാവപ്പെട്ട വീട്ടിലെ ഒരുപാട് കുട്ടികളെ തട്ടിക്കൊണ്ടുവരുന്നതിന്റെ കൂട്ടത്തിൽ അതുപോലൊരു വീട്ടിൽ നിന്നാണ് രാമാനുജനെയും അയാൾ തട്ടിക്കൊണ്ടുവന്നത്. കൊണ്ടുവന്ന കുട്ടികൾക്ക് 2 ഓപ്ഷനാണ് കൊടുത്തിരുന്നത്. യാചിക്കാൻ വേണ്ടി വിടുമ്പോൾ അവർക്ക് എന്തെങ്കിലും വൈകല്യങ്ങൾ ഉണ്ടായിരിക്കണമല്ലോ. അതിനു വേണ്ടിയിട്ട് ഇഞ്ചക്ഷൻ എടുത്ത് കാഴ്ചശക്തി ഇല്ലാതാക്കാം. അതല്ലെങ്കിൽ വേദനയുള്ള മറ്റൊരു മാർഗം എന്ന് പറയുന്നത് ഒരു കൈ മുറിച്ച് കളയുക. ബാക്കി എല്ലാ കുട്ടികളും അധികം വേദനയില്ലാത്ത ഇഞ്ചക്ഷൻ മതി ഞങ്ങൾക്കെന്ന് പറഞ്ഞപ്പോൾ രാമാനുജൻ മാത്രമാണ് എന്റെ കണ്ണിന്റെ കാഴ്ചശക്തി പോകണ്ട, എന്റെ കൈ വെട്ടിക്കൊള്ളാൻ പറഞ്ഞത്. അവന്റെ ധൈര്യം അമ്മയുടെ ശ്രദ്ധയിലും പെട്ടു. അമ്മ അവനോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് കൈ വെട്ടാൻ തീരുമാനിച്ചത്? വേദനയില്ലാത്ത കണ്ണിന്റെ കാഴ്ചശക്തി പോകുന്ന രീതിയല്ലായിരുന്നു നല്ലതെന്ന്. എന്നാൽ രാമാനുജൻ പറയുന്നത് തനിക്ക് ഇവിടെ നിന്ന് ഒരു കൈ ഇല്ലാതെ വേണമെങ്കിൽ രക്ഷപ്പെടാം, പക്ഷെ കണ്ണിന് കാഴ്ചശക്തി ഇല്ലാതെ രക്ഷപ്പെടാൻ പറ്റില്ല. ഇവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ട് നിനക്ക് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ താൻ ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് സ്കൂളിൽ പോകാനാണ് ആഗ്രഹിക്കുന്നതെന്ന് അവൻ പറയുന്നു. അവനോട് പിച്ചെടുത്തുകൊണ്ട് വരാൻ പറയുമ്പോൾ അവനാകട്ടെ ആരോടും യാചിക്കാതെ പല കള്ളങ്ങളും പറഞ്ഞ് കാശ് വാങ്ങിക്കുകയും മോഷ്ടിച്ചുകൊണ്ട് കാശ് കൊണ്ടുവരികയും ചെയ്തതാണ്. മോഷ്ടിച്ച് കാശ് കൊണ്ട് വന്നാലും താൻ ആരോടും പിച്ചെടുക്കില്ല എന്ന് അവൻ അമ്മയുടെ മുഖത്ത് നോക്കി പറയുന്നു. അവന്റെ ഈ ധൈര്യമെല്ലാം തന്നെ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അവൻ ആഗ്രഹിക്കുന്ന പോലെ അവനെ സ്വന്തം മകനെ പോലെ അവർ പഠിപ്പിക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. കുറെ കാലം അവൻ അമേരിക്കയിലായിരുന്നു. അത് കഴിഞ്ഞ് അവൻ തിരിച്ചെത്തി. പിന്നീട് അമ്മയുടെ കൂടെ ചേർന്ന് ഈ ക്രൈമുകളിൽ പങ്കെടുക്കാൻ തുടങ്ങി. കുട്ടികൾ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അസ്ലാം പറയുന്നുണ്ട് തനിക്കറിയില്ല എന്ന്. അവരെ പറ്റി കൂടുതലൊന്നും ഇപ്പൊ തനിക്കറിയില്ല, ഞാൻ ആ ഗ്യാങ്ങിൽ നിന്ന് പുറത്തു വന്നു എന്നാണ് അസ്ലാം പറയുന്നത്. ആകെ അയാൾക്ക് അറിയാവുന്നത് അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റുന്നത് രാമാനുജന് സഹിക്കില്ല, അതുപോലെ രാമാനുജൻ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അമ്മയ്ക്കും സഹിക്കില്ല. അസ്ലാമിനെയും കൂട്ടി സ്റ്റേഷനിലേക്ക് പോകാൻ ഫാത്തിമയെ ഏൽപ്പിച്ച ശേഷം തന്റെ ടീമിലെ മറ്റംഗങ്ങളെയും കൂട്ടി ശിവാനി നേരെ പോകുന്നത് അമ്മയെ രാമാനുജനെയും കൈയോടെ പിടിക്കാനായിരുന്നു. രാമാനുജൻ ആ സമയം അമ്മയെ കാണാൻ അവരുടെ വീട്ടിലേക്ക് ചെന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ ശിവാനി അവിടേക്ക് വരികയും ഇവര് രണ്ടുപേരും കൈയോടെ പിടിക്കുകയും ചെയ്യുന്നുണ്ട്. കുട്ടികൾ എവിടെയെന്ന് കുറെ ചോദിച്ചിട്ടും അവരൊന്നും പറയുന്നുണ്ടായിരുന്നില്ല. വേണമെങ്കിൽ വെടിവെച്ചോ, എന്നാലും കുട്ടികൾ എവിടെയെന്ന് പറയില്ല എന്നായിരുന്നു അയാൾ പറയുന്നത്. ഇവരെ രണ്ടുപേരും ശിവാനി സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നു. അസ്ലാമിനെ അവിടെ സെല്ലിൽ തന്നെ ഇട്ടിരിക്കുകയായിരുന്നു. അയാൾക്ക് കാവലായിട്ട് ഫാത്തിമ ഇരിപ്പുണ്ട്. രാമാനുജനും അമ്മയ്ക്കെതിരെ സാക്ഷി പറയാനായിരുന്നു അവർ അസ്ലാമിനെ നിർത്തിയിരുന്നത്. അസ്ലാമാണല്ലോ ഇവരെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞതും. രാമാനുജനോട് പലതവണ ശിവാനി ചോദിക്കുന്നുണ്ട് കുട്ടികൾ എവിടെയെന്ന്. അവർ കുട്ടികളെ എവിടേക്കോ സേഫ് ആയിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കെ മറ്റു പോലീസുകാര് ആകെ ടെൻഷനോടുകൂടി ശിവാനിയോട് വന്ന് പറയുന്നുണ്ട് അസ്ലാം ആത്മഹത്യ ചെയ്തുവെന്ന്. ശിവാനി ഫാത്തിമയോട് ചോദിക്കുന്നുണ്ട് അസ്ലാമിനെ നോക്കാൻ നിന്നെയല്ലേ ഏൽപ്പിച്ചത്, ഇതെങ്ങനെയാ സംഭവിച്ചതെന്ന്. താൻ ഇടയ്ക്കൊന്ന് ടോയ്ലറ്റിലേക്ക് പോയി ആ സമയം അവിടെ എവിടെയോ ഇരുന്നൊരു ബ്ലേഡ് എടുത്താണ് അയാൾ സ്വന്തം കഴുത്തറുത്തതെന്ന് ഫാത്തിമ പറയുന്നു. ശിവാനി ഫാത്തിമയെ ഒരുപാട് വഴക്ക് പറയുന്നു. മറ്റൊരു കോൺസ്റ്റബിളിനെ ഇവിടെ നിർത്താതെ ഇവിടെ നിന്നും മാറിയതിന്റെ പേരിൽ. രാമാനുജനും അമ്മയ്ക്കെതിരെയുള്ള വലിയൊരു തെളിവ് തന്നെയായിരുന്നു ഈ അസ്ലാം. അസ്ലാം മരിച്ചതോടുകൂടി രാമാനുജനും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് തെളിയിക്കാൻ ഒരു വഴിയുമില്ല. ഈ സംഭവങ്ങളിൽ അറിഞ്ഞ് ശിവാനിയുടെ സീനിയർ ഓഫീസർ അവളെ വഴക്ക് പറയുന്നു. ഈ കേസ് അവിടെ വിടാൻ പറഞ്ഞിട്ടും ഇവൾ ഇത് കണ്ടിന്യൂ ചെയ്തതിന്റെ പേരിലും അസ്ലാം കൊല്ലപ്പെട്ടതിന്റെ പേരിലും രാമാനുജൻ
രാമാനുജനും അമ്മയുടെ കൂടെ ഉണ്ടെന്ന് ശിവാനി പറഞ്ഞെങ്കിലും രാമാനുജൻ ആ സമയം ആ ഓഫീസറിനോട് പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും അമ്മയുടെ കൂടെ അല്ല എന്നും ട്രസ്റ്റ് നടത്തിക്കൊണ്ട് പോകുന്നിടയ്ക്ക് ഇവർക്കെതിരെ പ്രവർത്തിച്ചതിന്റെ പേരിൽ ഈ അമ്മ എന്ന് പറയുന്ന സ്ത്രീ പലതവണ എന്നെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും ഇനി തന്നെ ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡീല് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇവരെന്നെ വിളിച്ചത്, അവരെന്താ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവരെ വിളിച്ച സ്ഥലത്തേക്ക് പോയതെന്നും ആ സമയത്താണ് ശിവാനി എന്നെ അവിടെ വെച്ച് പിടിച്ചതെന്നുമാണ്. രാമാനുജൻ താൻ നിരപരാധിയാണെന്ന് തെളിയിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. അയാൾക്കെതിരെ ആകെ ഉണ്ടായിരുന്ന തെളിവായ അസ്ലാം മരിച്ചതോടുകൂടി ശിവാനിക്കും ഇപ്പോൾ തെളിയിക്കാൻ പറ്റാത്ത അവസ്ഥയായി. സീനിയർ ഓഫീസറിന്റെ പ്രഷർ കാരണം രാമാനുജനെ വെറുതെ വിടേണ്ടി വരുന്നു. തനിക്ക് ട്രാവൽ ചെയ്യുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അത്യാവശ്യമായിട്ട് കൊളംബോ വരെ പോകണമെന്ന് രാമാനുജൻ ആ ഓഫീസറിനോട് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യുന്നതിൽ ഒരു പ്രശ്നമില്ല എന്നാണ് ആ ഓഫീസർ പറയുന്നത്. കസ്റ്റഡിയിലിരുന്ന അസ്ലാം മരിച്ചതോടുകൂടി ശിവാനിക്ക് സസ്പെൻഷൻ കിട്ടി. അവിടെ നിന്നും പുറത്തേക്ക് പോയ രാമാനുജനെ കുറച്ചു കഴിയുമ്പോൾ ഫാത്തിമ കോൾ ചെയ്യുന്നുണ്ട്. അവൾ രാമാനുജനോട് പറയുന്നുണ്ട്, ശിവാനി മാം സസ്പെൻഡായി, നീ പറയുന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ഗുണമുണ്ടാകുമെന്ന്. അമ്മ അവിടെ നിന്നും എങ്ങനെയെങ്കിലും രക്ഷിച്ച് പുറത്തു കടക്കുകയാണെങ്കിൽ നിനക്ക് ഇഷ്ടം പോലെ കാശ് തരാമെന്നും നിനക്ക് സേഫ് ആയിട്ട് ഒരിടത്ത് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാമെന്നും പറയുന്നു. ചെറിയ ശമ്പളത്തിൽ പോലീസ് ജോലിയിൽ നിൽക്കുന്നതിനേക്കാൾ നല്ലത് ഇയാളുടെ കാശ് വാങ്ങി എവിടെയെങ്കിലും സെറ്റിൽ ആകുന്നതാ നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് ഫാത്തിമ അയാൾ പറഞ്ഞ കാര്യം ചെയ്യാമെന്ന് സമ്മതിക്കുന്നു. ഫാത്തിമ പോലീസുകാരുടെ കണ്ണു വെട്ടിച്ച് അമ്മയെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ടു പോകുന്നു. അമ്മ രക്ഷപ്പെട്ട വിവരം ന്യൂസിലും കാണിക്കുന്നുണ്ടായിരുന്നു. ഫാത്തിമയാണ് ഹെൽപ്പ് ചെയ്തതെന്നും പറയുന്നു. ഇതെല്ലാം കണ്ട് ശിവാനിയും ആകെ ടെൻഷനിലായിരുന്നു. എങ്ങനെയെങ്കിലും ഇവരെ കൈയോടെ പിടിച്ചെങ്കിലേ പറ്റൂ. സസ്പെൻഷനിലായതുകൊണ്ട് തന്നെ ഇപ്പോൾ നിൽക്കുന്ന ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ശിവാനിക്ക് ഒരു സഹായവും കിട്ടില്ല. എന്നാൽ ശിവാനി മുൻപ് നിന്നിരുന്ന ഡിപ്പാർട്ട്മെന്റിലെ അവളുടെ സുഹൃത്തുക്കളുടെ സഹായത്തോടുകൂടി ഇവരെ പിടിക്കാനായിരുന്നു പ്ലാൻ. ആ സമയം അമ്മയുടെ കൂടെ ചേർന്ന ഫാത്തിമയാകട്ടെ അവർ ഒളിപ്പിച്ചു വെച്ചിരുന്ന കുട്ടികളുടെ അടുത്തേക്ക് പോകുന്നു. ആ കുട്ടികളെല്ലാം തന്നെ ശ്രീലങ്കയിലേക്ക് കടൽ മാർഗം ഇവർ കൊണ്ടുപോകുകയായിരുന്നു. ശിവാനിയും തന്റെ ടീമുമായിട്ട് ശ്രീലങ്കയിലേക്ക് വരുന്നു. കാരണം സ്റ്റേഷനിൽ വെച്ച് രാമാനുജൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അയാൾക്ക് കൊളംബോയിലേക്ക് പോകണമെന്ന്. അങ്ങനെ അയാളെ ഫോളോ ചെയ്താണ് ശിവാനി ഇവിടേക്ക് വരുന്നത്. ഇവിടെ ശിവാനിയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ എംബസിയിലെ അംബാസിഡർ ആയിട്ടുള്ള ആളും ഉണ്ടായിരുന്നു. തന്റെ മകളെ മാത്രം രക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്വാർത്ഥത കാണിച്ചതുകൊണ്ടാണ് തന്റെ മകൾ കൊല്ലപ്പെട്ടതെന്ന് അയാൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. തന്റെ കെയർടേക്കറിന്റെ മകൾ ജിമിലിയെങ്കിലും രക്ഷിക്കണമെന്ന് അയാൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാ സപ്പോർട്ടും അയാൾ ശിവാനിക്കും സംഘത്തിനും കൊടുത്തു. അമ്മയുടെ കൂടെ കൊളംബോയിലെത്തിയ ഫാത്തിമയാകട്ടെ അവർ കൂട്ടിക്കൊണ്ടു പോകുന്നത് അവിടെയുള്ള രാമാനുജന്റെ ഒരു വലിയ കമ്പനിയിലേക്കാണ്. അവർ അവിടെ ഒരുപാട് ടെസ്റ്റുകൾ നടത്തുന്നുണ്ടായിരുന്നു. ഈ പെൺകുട്ടികളെല്ലാം തന്നെ ഇവർ കൊണ്ടുവരുന്നത് എന്തിനാണെന്ന് ഫാത്തിമയ്ക്ക് അവിടെ വെച്ചാണ് മനസ്സിലാകുന്നത്. ആർത്തവം വരാറായ പെൺകുട്ടികളെ ഇവർ തട്ടിക്കൊണ്ടുവന്നിട്ട് അവരുടെ ശരീരത്തിലേക്ക് HPV വൈറസ് ഇവർ കടത്തിവിടും. വൈറസിന്റെ പുതിയൊരു വകഭേദം അവർ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ലോകത്ത് ഒരുപാട് സ്ത്രീകള് സെർവൈക്കൽ ക്യാൻസർ വന്ന് മരിക്കുന്നുണ്ട്. അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് മരുന്നുകൾ നിർമ്മിക്കാൻ പല കമ്പനികൾ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അവർക്കാർക്കും മനുഷ്യന്മാരില് പരീക്ഷണങ്ങൾ നടത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് പ്രോട്ടോകോളിന് എതിരായിരുന്നു. അങ്ങനെയുള്ള കമ്പനീസിന് വേണ്ടി അവർക്ക് പരീക്ഷണങ്ങൾ നടത്താൻ ഇന്ത്യയിൽ നിന്നും പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടികളെ രാമാനുജൻ എത്തിച്ചു കൊടുക്കുകയായിരുന്നു. ഇവരുടെ ശരീരത്തിലേക്ക് ആ വൈറസുകൾ ഇവർ ഇഞ്ചക്ട് ചെയ്യും. കൂട്ടത്തിലുള്ള ചില പെൺകുട്ടികളുടെ ബോഡിയിൽ ആ വൈറസ് പെട്ടെന്ന് ബാധിക്കുകയും അവർക്കെല്ലാം തന്നെ ക്യാൻസർ വരികയും ചെയ്യും. എന്നാൽ കൂട്ടത്തിൽ ചില പെൺകുട്ടികളുടെ ശരീരം ഈ വൈറസിനെ പ്രതിരോധിക്കാൻ തുടങ്ങിയിരുന്നു. അത്തരത്തിലുള്ള പെൺകുട്ടികളെ അവർ സേഫ് ആക്കി മറ്റൊരിടത്തേക്ക് മാറ്റും. എന്നിട്ട് അവരുടെ ബ്ലഡ് യൂസ് ചെയ്തിട്ട് ഈ രോഗത്തിനെതിരെയുള്ള മരുന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമമായിരുന്നു ഇവരുടേത്. വൈറസ് ഇഞ്ചക്ട് ചെയ്ത ശേഷം ഈ പെൺകുട്ടികളെ ടെസ്റ്റ് ചെയ്ത് നോക്കും. പോസിറ്റീവ് എന്ന് കാണിക്കുകയാണെങ്കിൽ ആ പെൺകുട്ടിക്ക് 96 മണിക്കൂർ കഴിയുമ്പോഴേക്കും ക്യാൻസറിന്റെ സിംറ്റംസ് വരാൻ തുടങ്ങും. ആ പെൺകുട്ടി മരിക്കുകയും ചെയ്യും. മറിച്ച് നെഗറ്റീവ് ആണെങ്കിൽ ആ പെൺകുട്ടിയെ മരുന്നുണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. റുഹാനി ടെസ്റ്റിൽ പോസിറ്റീവ് ആയിരുന്നു. അതുകൊണ്ടാണ് അവളെ ആ കിഡ്നാപ്പേഴ്സ് അവിടെ നിന്നും കടത്തിക്കൊണ്ടുപോയത് കാരണം ഇവരാകെ ടെൻഷനിലായത്. അവളുടെ ശരീരത്തിൽ ക്യാൻസറിന്റെ സിംറ്റംസ് കാണിച്ചു തുടങ്ങുന്നതിന് മുമ്പ് അവർക്ക് അവളെ കൊന്നുകളയണമായിരുന്നു. അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടത്തില് ഇവരുടെ കള്ളത്തരങ്ങൾ വെളിച്ചത്താവുകയും ഇതെല്ലാം പുറത്തറിയുകയും ചെയ്യും. പക്ഷെ ഇവരറിയാതെ പൂജ രക്ഷപ്പെട്ടതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ശിവാനി അറിഞ്ഞത്. ഇപ്പൊ ഇവിടെയുള്ള പെൺകുട്ടികളെയും ഇവർ മരുന്നുണ്ടാക്കാൻ യൂസ് ചെയ്ത ശേഷം പിന്നീട് കൊന്നുകളയും. ഇതെല്ലാം കണ്ട ശേഷം ഫാത്തിമയാകട്ടെ അമ്മ പറഞ്ഞ പ്രകാരം അവിടെ നിന്നും അവരുടെ റൂമിലേക്ക് പോകുകയായിരുന്നു. എന്നാൽ വഴിയിൽ ഇവരെ കാത്ത് ശിവാനി നിൽപ്പുണ്ടായിരുന്നു. ശിവാനിയും സംഘവും ഫാത്തിമയും അമ്മയും ആക്രമിക്കുന്നു. അവരുടെ കൂടെ ഉണ്ടായിരുന്ന 2 ഷൂട്ടേഴ്സിനെയും ശിവാനിയുടെ സംഘം കൊല്ലുന്നു. അമ്മയാകട്ടെ ഫാത്തിമയോട് പറയുന്നുണ്ട്, നീ എങ്ങനെയെങ്കിലും വണ്ടി എടുത്തുകൊണ്ട് ഇവിടെ നിന്ന് സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് പോകാൻ. അങ്ങനെ അമ്മയും കൂട്ടി ഫാത്തിമയാകട്ടെ പോകുന്നത് ഒരു ഗോഡൌണിലേക്കായിരുന്നു. പലതവണ ആ സമയം അമ്മയാകട്ടെ രാമാനുജനെ കോൾ ചെയ്തെങ്കിലും രാമാനുജൻ ഫോറിനേഴ്സുമായിട്ടൊരു ഡീല് സംസാരിച്ചുകൊണ്ടിരുന്നത് കാരണം ആ കോൾ അറ്റൻഡ് ചെയ്തില്ല. ക്യാൻസറിന്റെ മാത്രമല്ല എയ്ഡ്സിനുൾപ്പെടെ പല രോഗങ്ങൾക്കും പരീക്ഷണം നടത്താൻ വേണ്ടിയിട്ട് ഇതുപോലെ ആൾക്കാരെ താൻ എത്തിച്ചു തരാമെന്ന് രാമാനുജൻ പറയുന്നു. ഇവിടെ ആർക്കും വേണ്ടാത്ത തെരുവിൽ ജീവിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അവരെല്ലാം കടത്തിക്കൊണ്ട് കൊടുക്കാമെന്നായിരുന്നു രാമാനുജൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഫാത്തിമ ഇവിടെ അമ്മയും കൊണ്ടൊരു ഗോഡൌണിലേക്ക് വരുന്നുണ്ടല്ലോ. എന്നാൽ അതൊരു ട്രാപ്പായിരുന്നു. അവിടെ അവരെ കാത്ത് ശിവാനിയും കൂട്ടരും ഉണ്ടായിരുന്നു. ആ സമയമാണ് അമ്മ മനസ്സിലാക്കുന്നത് ശിവാനിയും ഫാത്തിമയും ചേർന്ന് നടത്തിയൊരു പ്ലാനിംഗ് ആയിരുന്നു ഇതെന്ന്. അസ്ലാം ആത്മഹത്യ ചെയ്ത സമയത്ത് ഇനി എന്തു ചെയ്യുമെന്ന് ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു ശിവാനിയും ഫാത്തിമയും. ആ സമയം ശിവാനി ഫാത്തിമയോട് പറയുന്നുണ്ട്, രാമാനുജൻ നമ്മുടെ കൂടെ നിന്ന് നമ്മളെ പറ്റിച്ച പോലെ നീ അവരുടെ കൂടെ ചേർന്ന് അവരെ പറ്റിക്കണമെന്ന്. രാമാനുജനെ ശിവാനിയുടെ സീനിയർ വെറുതെ വിട്ട സമയത്ത് ഫാത്തിമയാകട്ടെ രാമാനുജനോട് പോയി പറയുന്നുണ്ട്, നിങ്ങൾ അന്ന് എന്റെ ജീവൻ രക്ഷിച്ചതുകൊണ്ടാണ് ഇന്ന് നിങ്ങളെ ഇവിടെ നിന്ന് സേഫ് ആയിട്ട് പുറത്തിറക്കാൻ വേണ്ടിയിട്ട് അസ്ലാമിനെ ഞാൻ ഇല്ലാതാക്കിയതെന്ന്. എന്നെ സഹായിച്ചതിന് പകരം ഒരു സഹായം ചെയ്തു, അത്രയുള്ളൂ. എന്നാൽ രാമാനുജനാകട്ടെ ഇത് കേട്ട് ഫാത്തിമയോട് പറയുന്നുണ്ട്, ഒരു സഹായം കൂടി നീ എനിക്ക് ചെയ്തു തരികയാണെങ്കിൽ നിനക്ക് ജീവിക്കാനുള്ള എല്ലാ സൗകര്യവും ഞാൻ ചെയ്തു തരാം, ഇഷ്ടം പോലെ പണം തരാമെന്ന്. അത് കേട്ട് ഫാത്തിമയും അയാളുടെ
അയാളുടെ കൂടെ നിൽക്കുന്നതായിട്ട് അഭിനയിച്ചു. എന്നാൽ എല്ലാ വിവരങ്ങളും ഫാത്തിമ ശിവാനിക്ക് ചോർത്തി കൊടുക്കുകയായിരുന്നു. അമ്മയെ ഇവർ കയ്യിലെടുത്തു. അമ്മയെ വെച്ചിട്ട് രാമാനുജനെ ഭീഷണിപ്പെടുത്തി പെൺകുട്ടികളെല്ലാം രക്ഷിക്കാനായിരുന്നു ഇവരുടെ പ്ലാൻ. അതിനു വേണ്ടിയിട്ട് ഒന്നുകൂടി ഫാത്തിമ രാമാനുജന്റെ അടുത്തേക്ക് പോകണം. അയാളെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം കയ്യിൽ വെടിവെച്ച ശേഷം അവൾ രാമാനുജന്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട്, എന്നെ ആക്രമിച്ച ശേഷം കുറച്ച് ആൾക്കാർ അമ്മയും കടത്തിക്കൊണ്ട് പോയി എന്ന്. ആ സമയം അവന്റെ ഫോണിലേക്ക് ശിവാനിയുടെ കോളം വരുന്നുണ്ട്. ഞാൻ നിന്റെ സ്ഥലത്ത് എത്തിയിട്ടുണ്ടെന്നും മര്യാദയ്ക്ക് എന്നെ അകത്തേക്ക് കടത്തിവിടണമെന്ന് ശിവാനി പറയുന്നു. അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് രാമാനുജൻ എന്തും ചെയ്യാൻ തയ്യാറായിരുന്നു. ശിവാനി അകത്ത് വന്ന ആ കുട്ടികളുടെ അവസ്ഥ കണ്ട് ശരിക്കും സങ്കടത്തിലായി. ഈ കുട്ടികളെ എല്ലാം തന്നെ സേഫ് ആയിട്ട് എന്റെ അടുത്തേക്ക് വിടണമെന്നും എന്നാൽ മാത്രമേ അമ്മയെ നിനക്ക് ജീവനോടെ കിട്ടുമെന്നും ശിവാനി പറയുന്നുണ്ട്. എന്നാൽ രാമാനുജൻ ചോദിക്കുന്നുണ്ട്, ഈ കുട്ടികളെ നിങ്ങൾ രക്ഷിച്ചുകൊണ്ട് പോയിട്ട് എന്തിനാണ്? ഇവർ തെരുവിൽ തന്നെ കിടക്കത്തേ ഉള്ളൂ. നന്നായിട്ട് പഠിക്കാനും പോകുന്നില്ല, നല്ല നിലയിൽ എത്താനും പോകുന്നില്ല. ഇവരുടെ ശരീരം എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിനെങ്കിലും യൂസ് ആകട്ടെ എന്നാണ് രാമാനുജൻ പറയുന്നത്. എന്നാൽ ശിവാനി പറയുന്നുണ്ട്, മറ്റു ആൾക്കാരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മരുന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വേറെ കുറെ ആൾക്കാരുടെ ജീവൻ നിങ്ങൾക്ക് നഷ്ടമാക്കേണ്ട കാര്യമുണ്ടോ എന്ന്. ഇതുപോലുള്ള പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്നിട്ട് ഒരു സ്റ്റഡിയും നടത്തേണ്ട കാര്യമില്ല എന്നും പറയുന്നു. എന്താണെങ്കിലും അമ്മയെ വേണമെങ്കിൽ പറഞ്ഞ സമയത്ത് കുട്ടികളെയും കൊണ്ട് വരാനാണ് ശിവാനി പറയുന്നത്. അതും പറഞ്ഞിട്ട് ശിവാനി അവിടെ നിന്നും പോയി. അമ്മയെ ഇവർ ഒരു സ്ഥലത്ത് കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. അവിടെ നിന്ന് രക്ഷപ്പെടാൻ അവർ ശ്രമിക്കുന്നുണ്ട്. ഇവരുടെ കൂട്ടത്തിലുള്ള ഒരാളെ പിടിച്ച് ഭീഷണിപ്പെടുത്തിയിട്ട് പറയുന്നുണ്ട്, തന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ അനുവദിക്കണമെന്ന്. ബാക്കി എല്ലാവരും തോക്ക് താഴെ വെച്ചെങ്കിലും ശിവാനിയാകട്ടെ ധൈര്യപൂർവ്വം അവർക്ക് നേരെ ഷൂട്ട് ചെയ്യുന്നു. അവരുടെ കഴുത്തിലാണ് വെടിയേറ്റത്. സ്പോട്ടിൽ അവർ മരിക്കുകയും ചെയ്തു. രാമാനുജൻ വരുമ്പോൾ ഇവർ മയക്കത്തിലാണെന്ന് കാണിച്ച് കുട്ടികളെ കയ്യിൽ കിട്ടിയ ശേഷം രാമാനുജനെ പിടിക്കാനായിരുന്നു ഇവരുടെ പ്ലാൻ. പറഞ്ഞ പ്രകാരം പിറ്റേന്ന് രാമാനുജൻ ശിവാനിയുടെ അടുത്തേക്ക് എത്തി. അമ്മയെ കാണിച്ചെങ്കിൽ മാത്രമേ കുട്ടികളെ കാണിക്കുമെന്ന് പറഞ്ഞതും അവർ വീൽ ചെയറിലിരുത്തി അമ്മയെ കൊണ്ടുവരുന്നു. സെഡേഷൻ കൊടുത്ത് മയക്കിയിരിക്കുകയാണെന്ന് കള്ളം പറയുന്നു. ഒരു വണ്ടിക്കകത്ത് കുട്ടികളെല്ലാം രാമാനുജൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ശിവാനിയുടെ ആൾക്കാർ എല്ലാ കുട്ടികളും ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നു. പക്ഷെ അതിനിടയ്ക്ക് രാമാനുജൻ ഫാത്തിമയുടെ കള്ളത്തരം പിടിച്ചിട്ടുണ്ടായിരുന്നു. ഫാത്തിമയെ ഇവർക്ക് മുന്നിലേക്ക് ഇടുന്നു. അമ്മയും ഫാത്തിമയും കൂടെ ഒരുമിച്ച് പോകുന്ന സമയത്ത് കറക്റ്റായിട്ട് ശിവാനിയുടെ ആൾക്കാർ വന്നത് രാമാനുജനില് സംശയം തോന്നിപ്പിച്ചിരുന്നു. അങ്ങനെയാണ് ഫാത്തിമയിലേക്ക് അയാൾ എത്തിയത്. തൽക്കാലം രാമാനുജൻ പറഞ്ഞ പ്രകാരം അവർ അമ്മയെ അയാളുടെ അടുത്തേക്ക് കൊണ്ടുചെല്ലുന്നു. എന്നാൽ രാമാനുജന് മനസ്സിലായി തന്റെ അമ്മ ഓൾറെഡി മരിച്ചിരിക്കുകയാണെന്ന്. പക്ഷെ ആ സമയം ശിവാനിയും മറ്റംഗങ്ങളും അവിടെ നിന്ന് സേഫ് ആയിട്ട് ഒരിടത്തേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് അമ്മയുടെ ശരീരത്തിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന്. തൽക്ഷണം ആ ബോംബ് പൊട്ടുകയും രാമാനുജൻ ഉൾപ്പെടെ ബാക്കി എല്ലാവരും ദൂരേക്ക് തെറിച്ചു വീഴുകയും ചെയ്യുന്നു. കുട്ടികളെല്ലാം ശിവാനിയുടെ ആൾക്കാരെ രക്ഷിച്ചു. എന്നാൽ രാമാനുജൻ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. ശിവാനി അയാളെ ക്രൂരമായി മർദ്ദിക്കുന്നു. ഈ കുട്ടികളോട് ചെയ്തതിനെല്ലാം തന്നെ അയാളോട് പകരം വീട്ടുന്നു. കുട്ടികളുടെ ശരീരത്തിൽ ഇഞ്ചക്ട് ചെയ്ത അതേ വൈറസ് രാമാനുജന്റെ ശരീരത്തിലും ഇഞ്ചക്ട് ചെയ്യുന്നു. അയാളെ ഈസി ആയിട്ട് മരിക്കാൻ അനുവദിച്ചില്ല. അയാളുടെ ശരീരത്തിലും ക്യാൻസർ വന്ന് മരിക്കാൻ തന്നെയായിരുന്നു ശിവാനി അയാളെ വിട്ടത്. ശിവാനി ആ കുട്ടികളെ രക്ഷിച്ചതോടുകൂടി അവളുടെ സീനിയർ ഓഫീസറും അവളോട് മാപ്പ് പറയുന്നു. രാമാനുജനെ അയാളും വിശ്വസിച്ചിരുന്നു. പിന്നീട് കാണിക്കുന്നത് ശിവാനി രാമാനുജനെ കാണാൻ ചെല്ലുന്നതാണ്. അയാൾ ക്യാൻസർ ബാധിച്ച് അവശ നിലയിലായിരുന്നു. ഇഞ്ചിഞ്ചായിട്ട് നീ മരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ശിവാനി അവിടെ നിന്നും പോകുമ്പോഴേക്കും അയാൾ മരണത്തിന് കീഴടങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെയാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.